ഈശോമിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ജീവിക്കുന്നത് വലിയ മാനസിക സമ്മർദ്ദങ്ങളുടെ ലോകത്താണ്. അല്പമൊരു പരാജയം സംഭവിക്കുമ്പോഴോ, സാമ്പത്തിക തകർച്ച ഉണ്ടാകുമ്പോഴോ, പ്രിയപ്പെട്ടവർ കൈവിടുമ്പോഴോ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു. ഇനി എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നൈരാശ്യത്തിന്റെ ഇരുട്ടിലേക്ക് പിൻവാങ്ങുന്ന ഒത്തിരി പേർ നമുക്ക് ചുറ്റുമുണ്ട്. പ്രിയ സുഹൃത്തെ, നിങ്ങൾ ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് തളർന്നിരിക്കുകയാണെങ്കിൽ ഒന്ന് ഓർക്കുക, നിങ്ങളെ ഉപേക്ഷിക്കാത്ത, നിങ്ങളുടെ കണ്ണീരൊപ്പുന്ന ഒരു അമ്മ നമുക്കുണ്ട്. ജീവിതത്തിന്റെ കഠിനമായ ദുഃഖങ്ങളിലൂടെ കടന്നുപോയ പരിശുദ്ധ അമ്മ നിരാശയിലായ മക്കൾക്ക് പ്രത്യാശയുടെ വെളിച്ചമാണ്. അമ്മയുടെ ജീവിതം ഒരിക്കലും പൂമെത്തയിലായിരുന്നില്ല. പ്രസവിക്കാൻ ഒരിടമില്ലാത്ത അലഞ്ഞവൾ, സ്വന്തം കുഞ്ഞിനെ കൊല്ലാതിരിക്കുവാൻ അന്യദേശത്തേക്ക് പലായനം ചെയ്തവൾ, ഒടുവിൽ ഏകമകൻ ക്രൂരമായി ക്രൂശിക്കപ്പെടുന്നത് കൺമുമ്പിൽ കണ്ടവൾ. ഏതൊരു മനുഷ്യനും തകർന്നു പോകാവുന്ന സാഹചര്യങ്ങളായിരുന്നു അത്. എന്നാൽ അമ്മ ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ചോ നൈരാശ്യത്തെക്കുറിച്ചോ ചിന്തിച്ചില്ല. അവിടെയാണ് അമ്മയുടെ ജീവിതം നമുക്ക് വെളിച്ചമാകുന്നത്. കുരിശിന്റെ ചൂട്ടിൽ നിൽക്കുമ്പോഴും അവൾ ദൈവത്തിൽ പ്രത്യാശ വെച്ചു. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ ആ വാക്ക് ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ അമ്മ മുറുകെ പിടിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന വേദന എന്തു തന്നെയായാലും ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയെ നോക്കുക. അമ്മ പഠിപ്പിക്കുന്നത് ഇതാണ്: ഇരുട്ടിന് ശേഷം ഒരു പ്രകാശമുണ്ട്, മരണത്തിന് ശേഷം ഒരു ഉയർപ്പുണ്ട്. അമ്മ വിശുദ്ധ ഗ്രന്ഥത്തിൽ സംസാരിക്കുന്നത് കുറവാണെങ്കിലും ആ വാക്കുകൾക്ക് ജീവന്റെ തുടിപ്പുണ്ട്. അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ പരിഹാരമായി അമ്മ ചൂണ്ടിക്കാണിച്ചത് ഈശോയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വറ്റിപ്പോകുമ്പോൾ, വഴിമുട്ടുമ്പോൾ അമ്മ നൽകുന്ന ഉപദേശം ഇതുതന്നെയാണ്: ദൈവത്തിലേക്ക് നോക്കുക, അവൻ വഴി തുറക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ജീവിതം നൈരാശ്യത്തിൽ ആയിരിക്കുമ്പോൾ നാം നമ്മുടെ പരാജയങ്ങൾ മാത്രം എണ്ണുന്നു. എന്നാൽ അമ്മ പഠിപ്പിക്കുന്നത് ദൈവം നൽകിയ നന്മകളെ ഓർക്കുവാനാണ്. പരാതികൾക്ക് പകരം സ്തുതിപ്പുകൾ ഹൃദയത്തിൽ നിറയുമ്പോൾ നൈരാശ്യത്തിന്റെ പിശാച് നമ്മെ വിട്ടുപോകും. ആത്മഹത്യ ഒരു പരിഹാരമല്ല, മറിച്ച് അതൊരു ചതിക്കുഴിയാണ്. ദൈവം നൽകിയ ജീവനെ സംരക്ഷിക്കുവാൻ അമ്മയുടെ മധ്യസ്ഥം തേടുക. ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും നിങ്ങളുടെ ഹൃദയത്തിലെ അസ്വസ്ഥതകളെ ശാന്തമാക്കും. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ തനിച്ചല്ല. നൈരാശ്യം നിങ്ങളെ വരിഞ്ഞു മുറുക്കുമ്പോൾ അമ്മയുടെ കരം പിടിക്കുക. അമ്മ തന്റെ മേലങ്കിക്കുള്ളിൽ നിങ്ങളെ ഒളിപ്പിക്കും. ജീവിതം അവസാനിപ്പിക്കുവാനല്ല, ദൈവഹിതത്തിന് വിട്ടുകൊടുത്ത് അത് മനോഹരമായി ജീവിച്ചു തീർക്കുവാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. അമ്മേ, നൈരാശ്യത്തിലിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ വിമല ഹൃദയത്തിലേക്ക് ചേർത്ത് നിർത്തണമേ. മരണത്തിന്റെ ഇരുൾ താഴ്വരയിലൂടെ നടക്കുമ്പോഴും ഭയപ്പെടാതിരിക്കുവാൻ ഞങ്ങൾക്ക് കരുത്ത് നൽകണമേ. ജീവിതം ദൈവത്തിന്റെ ദാനമാണെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.